മറ്റൊരു പ്രധാന വാർത്തയിലേക്കാണ്. അർജന്റീന ടീം മാർച്ചിൽ കേരളത്തിലെത്തുമെന്ന് കായിക മന്ത്രി വി അബ്ദുൾ റഹ്മാൻ. 2 നാൾ മുമ്പ് അർജന്റീന ഫുട്ബോൾ ടീമിന്റെ മെയിൽ വന്നിരുന്നു. സ്റ്റേഡിയത്തിന്റെ പ്രശ്നം കാരണമാണ് കളി നടക്കാതിരുന്നത്. കലൂർ സ്റ്റേഡിയത്തിന് അന്താരാഷ്ട്ര നിലവാരമുണ്ടെങ്കിലും ഫിഫ അംഗീകാരം കൂടി ലഭിക്കാനുണ്ട്. ടീം മാർച്ചിൽ വരുമെന്ന് ഉറപ്പ് നൽകിയെന്നും വൈകാതെ പ്രഖ്യാപനം നടത്താമെന്ന് അർജന്റീന ടീം അറിയിച്ചുവെന്നും മന്ത്രി പറഞ്ഞു. കാലിക്കറ്റ് സർവകലാശാലയിൽ ഫിഫ നിലവാരത്തിൽ സ്റ്റേഡിയം നിർമ്മിക്കും. സിൻഡിക്കേറ്റ് അനുമതി ലഭിച്ചാൽ 2 മാസത്തിനകം നിർമ്മാണം ആരംഭിക്കുമെന്നും കേരള കായിക വകുപ്പ് തന്നെ അതിന് പ്ലാൻ തയ്യാറാക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. കേരളം എന്നുള്ളൊരു കൊച്ചു സംസ്ഥാനം ഇത്രയും കോടിക്കണക്കിന് രൂപ മുടക്കി കൊണ്ടുവരാൻ സാധിക്കാത്തതുകൊണ്ട് സ്പോൺസറുടെ നമ്മൾ കൊണ്ടുവരുന്നു, അതിന് ശ്രമിക്കുന്നു. അതിന് ശ്രമിക്കുക എന്നുള്ളത് തന്നെയാണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം. അതാണല്ലോ അതിന് ആ രീതിയിൽ കാണണമെന്ന് സന്ദർഭവശാൽ ഞാൻ ഈ കോഴിക്കോട് സ്റ്റേഡിയം നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറഞ്ഞപ്പോൾ ഞാൻ സൂചിപ്പിച്ചാണ്. കാരണം ആ ഒരു സ്റ്റേഡിയത്തിൻ്റെ കുറവ് നല്ല രീതിയിൽ കേരളത്തിൽ പ്രതിഫലിക്കുന്നു. വീണ്ടും പ്രഖ്യാപനവുമായി എത്തിയിരിക്കുകയാണ്. അർജന്റീന ടീം മാർച്ചിൽ കേരളത്തിലെത്തുമെന്നാണ് കായിക മന്ത്രി വി അബ്ദുൾ റഹ്മാൻ പറയുന്നത്. 2 നാൾ മുൻപ് അർജന്റീന ഫുട്ബോൾ ടീമിന്റെ മെയിൽ വന്നിരുന്നതായും അദ്ദേഹം പറയുന്നുണ്ട്. സ്റ്റേഡിയത്തിന്റെ പ്രശ്നം കാരണമാണ് കളി നടക്കാതിരുന്നത്. കലൂർ സ്റ്റേഡിയത്തിന് അന്താരാഷ്ട്ര നിലവാരമുണ്ടെങ്കിലും ഫിഫ അംഗീകാരം കൂടി ലഭിക്കാനുണ്ടെന്നാണ് കായിക മന്ത്രി പറയുന്നത്. ടീം മാർച്ചിൽ വരുമെന്ന് ഉറപ്പ് നൽകിയെന്നും വൈകാതെ പ്രഖ്യാപനം നടത്താമെന്നും അർജന്റീന ടീം അറിയിച്ചുവെന്നും മന്ത്രി പറയുന്നുണ്ട്. കാലിക്കറ്റ് സർവകലാശാലയിൽ ഫിഫ നിലവാരത്തിൽ സ്റ്റേഡിയം നിർമ്മിക്കും. സിൻഡിക്കേറ്റ് അനുമതി ലഭിച്ചാൽ 2 മാസത്തിനകം നിർമ്മാണം ആരംഭിക്കുമെന്നും കേരള കായിക വകുപ്പ് തന്നെ അതിന് പ്ലാൻ തയ്യാറാക്കുന്നുണ്ടെന്നുമാണ് മന്ത്രി പറയുന്നത്. അർജന്റീന ടീം മാർച്ചിൽ കേരളത്തിലെത്തുമെന്ന് ഉറപ്പ് നൽകുകയാണ് കായിക മന്ത്രി വി അബ്ദുൾ റഹ്മാൻ. 2 നാൾ മുമ്പാണ് അർജന്റീന ഫുട്ബോൾ ടീമിന്റെ മെയിൽ വന്നതെന്നും അദ്ദേഹം പറയുന്നുണ്ട്. മാർച്ചിൽ അർജന്റീന ടീം കേരളത്തിലെത്തും എന്ന ഒരു ഉറപ്പാണ് കായിക മന്ത്രിയിൽ നിന്നും ലഭിക്കുന്നത്. സ്റ്റേഡിയത്തിന്റെ പ്രശ്നം കാരണമാണ് ഇത്രയും നാൾ കളി നടക്കാതിരുന്നത്. കലൂർ സ്റ്റേഡിയത്തിന് അന്താരാഷ്ട്ര നിലവാരമുണ്ടെങ്കിലും ഫിഫ അംഗീകാരം കൂടി ലഭിക്കാനുണ്ടെന്നാണ് കായിക മന്ത്രി പറയുന്നത്. ടീം മാർച്ചിൽ വരുമെന്ന് ഉറപ്പ് നൽകിയെന്നും വൈകാതെ പ്രഖ്യാപനം നടത്താമെന്ന് അർജന്റീന ടീം അറിയിച്ചുവെന്നും കായിക മന്ത്രി പറഞ്ഞു. കാലിക്കറ്റ് സർവകലാശാലയിൽ ഫിഫ നിലവാരത്തിൽ സ്റ്റേഡിയം നിർമ്മിക്കും. സിൻഡിക്കേറ്റ് അനുമതി ലഭിച്ചാൽ 2 മാസത്തിനകം നിർമ്മാണം ആരംഭിക്കുമെന്നും കായിക മന്ത്രി പറയുന്നു. കേരള കായിക വകുപ്പ് തന്നെ അതിന് പ്ലാൻ തയ്യാറാക്കുന്നുണ്ടെന്നുമാണ് കായിക മന്ത്രി പറയുന്നത്.